ലോഡ് സൈസും പൊസിഷൻ സൈസിങ്ങും എന്താണെന്ന് അറിയാണ്ട് ആർക്കും ട്രേഡിംഗിൽ സക്സസ് ആവാൻ കഴിയില്ല. വെൽക്കം ടു ഫോറക്സ് ലേണിംഗ് സീരീസ് എപ്പിസോഡ് 9. ഫോറക്സിൽ നമ്മൾ ഒരു സിംഗിൾ ഡോളറിലോ യൂറോയിലോ നല്ല ട്രേഡ് ചെയ്യുക. നമ്മൾ ലോഡ്സ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുക. അപ്പോൾ ലോഡ്സ് എന്നാൽ നമ്മൾ എടുക്കുന്ന ട്രേഡ്സിന്റെ സൈസിനെയാണ് നമ്മൾ ലോഡ് സൈസ് എന്ന് പറയുക. നോർമലി ഫോറക്സിൽ 3 വിധത്തിലാണ് ലോഡ് സൈസ് ഉള്ളത്. ഒന്ന് സ്റ്റാൻഡേർഡ് ലോട്ട്, 2 മിനി ലോട്ട്, മൂന്നാമത്തത് മൈക്രോ ലോട്ട്. സ്റ്റാൻഡേർഡ് ലോട്ടിൽ നമ്മൾ 1,00,000 യൂണിറ്റ് ആണ് വരിക. മിനി ലോട്ടിൽ 10,000 യൂണിറ്റും അതുപോലെ മൈക്രോ ലോട്ടിൽ 1000 യൂണിറ്റും ആണ് വരിക. വലിയ ലോഡ് സൈസിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ പ്രോഫിറ്റും, ചെറിയ ലോഡ് സൈസിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ പ്രോഫിറ്റും ആണ് ഉണ്ടാവുക. ഈ ലോഡ് സൈസിന്റെ ഒപ്പം വെക്കേണ്ട ഒന്നാണ് പൊസിഷൻ സൈസിങ് എന്ന് പറയുന്നത്. നോർമലി നമ്മളെല്ലാവരും നമ്മളുടെ ക്യാപിറ്റലിന്റെ 1% ആണ് ഒരു സിംഗിൾ ട്രേഡിൽ നമ്മൾ റിസ്ക് വെക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ 5,000 അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ SL വെക്കുന്നത് $50 ആയിരിക്കും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മളൊരു ട്രേഡ് എടുക്കുന്ന സമയത്ത് അതിന് എത്ര പിപ്പാണ് നമ്മുടെ SL വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ലോഡ് സൈസ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. നോർമലി MT5 ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൽ തന്നെ ഉണ്ടാവും നമ്മൾ എൻട്രി പ്രൈസിന്റെ താഴെ ലിമിറ്റ് ഓർഡർ ആണ് നമ്മൾ ഇടുന്നതെങ്കിൽ ലിമിറ്റ് ഓർഡറിന്റെ താഴെ SL എന്നുണ്ടാവും. ആ SLന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണിച്ചിട്ടുണ്ടാവും എത്ര ഡോളറാണ് നമ്മളെ SL പോവുക എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മുടെ ലോഡ് സൈസ് ഫിക്സ് ചെയ്യാൻ. സെയിം പ്രൈസ് മൂവ്മെന്റിൽ തന്നെ നമ്മൾ ലോഡ് സൈസ് മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് പ്രോഫിറ്റും ഡിഫറെന്റ് ലോസും ഉണ്ടാക്കാൻ സാധിക്കും. ലോഡ് സൈസ് ആണ് നമ്മുടെ റിസ്ക് മാനേജ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം. അതുകൊണ്ട് തന്നെ ലോഡ് സൈസ് മാസ്റ്റർ ചെയ്യാത്ത ഒരാൾക്ക് മാർക്കറ്റിൽ സർവൈവ് ചെയ്യാൻ കഴിയൂല. നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടിയിട്ട് ഈ അക്കൗണ്ട് ഫോളോ ചെയ്തോ.